നായ്ക്കളെയും പൂച്ചകളെയുമെല്ലാം സ്നേഹത്തോടെ വളർത്തുന്നവരാണ് നമ്മൾ. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ വളർത്തുമൃഗങ്ങളോട് കാട്ടുന്ന ചെറിയ സ്നേഹപ്രകടനം പോലും ഒരു മനുഷ്യന്റെ ജീവനെടുത്തേക്കാവുന്ന മാരകമായ ഒരു ദുരന്തമായി മാറുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? UK-യിലെ ബർമിംഗ്ഹാമിൽ താമസിക്കുന്ന 56-കാരിയായ മഞ്ജിത് സംഗ എന്ന ഇന്ത്യൻ വംശജയ്ക്ക് സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും 24 മണിക്കൂറിനുള്ളിൽ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ കീഴ്മേൽ മറിയാം എന്നതിന്റെ ഭീകര ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായ മഞ്ജിത്തിന്റെ ഈ ദുരനുഭവം. വീട്ടിൽ വളർത്തുന്ന ഇവരുടെ നായ ശരീരത്തിൽ ഒന്ന് നക്കിയതുകൊണ്ട് മാത്രം മഞ്ജിത്ത് നേരിടേണ്ടി വന്നത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. അതിലവർക്ക് നഷ്ടപ്പെട്ടത് 2 കൈകളും കാലുകളും. ജൂലൈയിലെ ഒരു ശനിയാഴ്ച ജോലി കഴിഞ്ഞ് എത്തിയ മഞ്ജിത് സംഗ തന്റെ പ്രിയപ്പെട്ട വളർത്തുനായയുമായി അല്പസമയം ചിലവിട്ടു. തീർത്തും സ്വാഭാവികമായ ആ സ്നേഹപ്രകടനത്തിനിടയിൽ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ മുറിവിൽ നായ നക്കിയിരുന്നു. മഞ്ജിത് സംഗ അത് നിസ്സാരമായി തള്ളിക്കളയുകയാണ് ചെയ്തത്. പിറ്റേന്ന് പതിവ് പോലെ ജോലിക്ക് പോയ മഞ്ജിത്തിന് ചെറിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. തിങ്കളാഴ്ച പുലർച്ചെയായപ്പോഴേക്കും അവരുടെ നില പൂർണ്ണമായും വഷളായി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ശരീരമാകെ തണുത്തുറയ്ക്കുകയും ചുണ്ടുകൾ നീല നിറമായി മാറുകയും ചെയ്ത മഞ്ജിത്തിനെ ഭർത്താവ് ഉടൻ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്കിടെ ഇവർ കോമയിലായി. 24 മണിക്കൂറിനുള്ളിൽ 6 തവണയായിരുന്നു മഞ്ജിത്തിന് ഹൃദയസ്തംഭനമുണ്ടായത്. ഓരോ വട്ടവും അവർ മരണത്തെ മുഖാമുഖം കണ്ടു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ മഞ്ജിത്തിന്റെ ശരീരത്തിൽ കാപ്നോസൈറ്റോഫാഗ കാനിമോർസസ് എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. നായ്ക്കളുടെയും പൂച്ചകളുടെയും ഉമ്മിനീരിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ബാക്ടീരിയ മൃഗങ്ങളിൽ ദോഷമുണ്ടാക്കുന്നില്ലെങ്കിലും മനുഷ്യ ശരീരത്തിൽ കലർന്നാൽ ഇതൊരു കൊലയാളി ബാക്ടീരിയയായി മാറും. മഞ്ജിത്തിന്റെ ശരീരത്തിലെ ചെറിയ മുറിവിലൂടെ ഈ ബാക്ടീരിയ രക്തത്തിൽ കലരുകയും അത് സെപ്സിസ് എന്ന മാരകമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും അണുബാധയോടുള്ള പ്രതികരണമായി ശരീരം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും നശിപ്പിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് സെപ്സിസ്. മഞ്ജിത്തിന്റെ ശരീരം അണുബാധയോട് അമിതമായി പ്രതികരിച്ചതോടെ രക്തം കട്ടപിടിക്കുകയും കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. കോശങ്ങൾ നശിച്ചു തുടങ്ങിയതോടെ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് മുന്നിലുണ്ടായ ഒരേ ഒരു വഴി 2 കൈപ്പത്തികളും 2 കാലുകളും മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. മാത്രമല്ല, അണുബാധ പടർന്നതോടെ ശരീരത്തിൽ നിന്ന് പ്ലീഹയും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു. പൊതുവെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങൾ അടുപ്പം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ നക്കാറുണ്ടെങ്കിലും എപ്പോഴാണ് അത് അപകടമാകുന്നത്? ഏതെങ്കിലും ചെറിയ പോറലുകളോ മുഖക്കുരു പൊട്ടിയ ഒരു പാടോ പോലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പെറ്റ് നക്കിയാൽ ആ ഉമ്മിനീരിലൂടെ ബാക്ടീരിയ ഉടൻ ശരീരത്തിനുള്ളിലെത്തും. മാത്രമല്ല, വായ, മൂക്ക്, കണ്ണ് എന്നിവിടങ്ങളിലാണ് നായ നക്കുന്നത് എങ്കിൽ അത് കൂടുതൽ അപകടമാണ്. പ്രതിരോധശേഷി കുറഞ്ഞവർ, ഉദാഹരണത്തിന് പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ രോഗമുള്ളവർക്കും പ്ലീഹ നീക്കം ചെയ്തവർക്കും ഈ ബാക്ടീരിയയെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. അതിനാൽ ശരീരത്തിൽ മുറിവുകളുണ്ടെങ്കിൽ അവ നായ നക്കാൻ അനുവദിക്കരുത്. മുറിവുകൾ എപ്പോഴും ബാൻഡേജ് ഉപയോഗിച്ച് മൂടുകയും നായ നക്കിയാൽ ഉടൻ തന്നെ ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയും വേണം. നായയുടെ ഉമ്മിനീർ നിങ്ങളുടെ മുഖത്തോ വായിലോ ആകുന്നത് തീർച്ചയായും ഒഴിവാക്കണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നായയോ പൂച്ചയോ മറ്റോ മാന്തുകയോ നക്കുകയോ ചെയ്ത ശേഷം പെട്ടെന്ന് പനിയോ വിറയലോ അനുഭവപ്പെട്ടാൽ സമയം കളയാതെ ഡോക്ടറെ കാണുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതേസമയം തനിക്കുണ്ടായ അപകടം മറ്റൊരാൾക്ക് സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടെ തന്റെ ദുരന്തകഥ ലോകത്തോട് വെളിപ്പെടുത്തിയ മഞ്ജിത്ത് ഇപ്പോൾ 32 ആഴ്ച നീണ്ട ആശുപത്രിവാസത്തിനു ശേഷം കൃത്രിമ കൈകാലുകളുടെ സഹായത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങിവരികയാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് വീട്ടിലെ വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹം ഒരു മരണക്കെണിയായി മാറാൻ അനുവദിക്കരുത്. ഒരു ചെറിയ പോറലിലൂടെ പ്രവേശിക്കുന്ന ബാക്ടീരിയയ്ക്ക് പോലും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വെറും മണിക്കൂറുകൾ മതിയെന്നോർക്കണം.